നമ്മുടെ സകല ഇബാദത്തുകളും ആരാധനകളും അല്ലാഹുവിന് മാത്രമായിരിക്കണം. അത് മുറുകെ പിടിച്ചോളി. ഇല്ലാത്തടത്തോളം കാലം ആഖിറത്തിൽ എത്തിയിട്ട് നമുക്ക് നമ്മുടെ ഇബാദത്തുകളിൽ ന്യൂനത വന്നാൽ ഈ പറയുന്ന ഒരു മനുഷ്യൻ അവിടെ കാണില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് പ്രത്യേക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തു. ഏറ്റവും വലിയ മുദ്രാവാക്യം അതാണ്. അല്ലാഹ് അല്ലാഹ് നമ്മുടെ റബ്ബല്ലേ വലിയവൻ, അവനല്ലേ വലിയവൻ. ഈ ആഖിറത്തിൽ അല്ലാഹു ഈ സുഖസൗകര്യങ്ങളെല്ലാം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന പടച്ചവനല്ലേ. നമ്മൾ എന്തിനു ടെൻഷൻ അടിക്കണം, എന്തിനു പ്രയാസപ്പെടണം? അവന്റെ തീരുമാനം എന്തായാലും ഒരു ദിവസം മരിക്കും, അത് ഉറപ്പ് തന്നെയാണ്. മരിക്കുമ്പോൾ അവന്റെ പൊരുത്തത്തോടു കൂടി മരിക്കും. ബിംബങ്ങളുടെ പൊരുത്തത്തോടു കൂടി നമുക്ക് മരിക്കണ്ട, അള്ളാന്റെ പൊരുത്തത്തോടു കൂടി മരിക്കേ. അതാണ് നമുക്ക് വേണ്ടത്, അതാണ് നമുക്ക് വേണ്ടത്. ആ ആത്മഹത്യ മോശമായ എല്ലാം തകർന്നു. നമുക്ക് എതിനോടാണോ താല്പര്യം കൂടുതൽ അതിലേക്കായിരിക്കും അള്ളാഹു നമ്മളെ കൊണ്ടെത്തിക്കാൻ. ഔദുബില്ല. അള്ളാഹുവിനെ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് വേറെ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ വേറെ ബിസിനസ് പരിപാടി നടത്തിക്കൊണ്ടിരുന്ന കാര്യം നടക്കൂല. നമ്മുടെ രഹസ്യത്തിലും പരസ്യത്തിലും നമ്മുടെ സകല ആവശ്യങ്ങളുടെ പൂർത്തീകരണം നമ്മുടെ റബ്ബ് മാത്രമാണ്. അതാണ് തൗഹീദിന്റെ ഏറ്റവും ഉയർന്ന മുദ്രാവാക്യം. അതിന്റെ ഏറ്റവും അകിടോദാഹരണമാണ് തൽബിയത്ത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അഞ്ച് നേരം നമസ്കാരത്തിൽ കൈകെട്ടിയിട്ട് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ അല്ലാഹുവിന്റെ പ്രവചനത്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ കൈകെട്ടിട്ട് പ്രതിജ്ഞ എടുക്കാണ്, പഞ്ച് ചെയ്യാണ്. ഞാൻ ഇന്ന് വന്നിട്ടുണ്ട് അല്ലാഹ് ദുഹറിന്റെ ജുമുഅ കൂടെ എത്തിയിട്ടുണ്ട് പടച്ചവനെ. വമാ അന മിനൽ മുശ്രികീൻ, ഞാൻ മുശ്രിക്കല്ല, ഞാൻ ശിർക്ക് ചെയ്യൂല പടച്ചവനെ. അല്ലാഹ് ഞാൻ ശിർക്ക് ചെയ്യൂല എന്ന് അള്ളാന്റെ മുന്നിൽ നമ്മൾ ഇവിടെ നിന്ന് പരസ്യമായിട്ട് റബ്ബിനോട് നമ്മൾ പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ശിർക്കിലേക്ക് പോകാന്ന് പറഞ്ഞാല് പിന്നെ ഒന്നും കൂടെ വീണ്ടും ഒന്നും കൂടെ എന്റെ നിസ്കാരം, നോമ്പ്, എന്റെ ഉളഹിയ, എന്റെ നേർച്ച, എന്റെ നിലവിളക്ക്, ഇതെല്ലാം പടച്ചവനെ എല്ലാം നിനക്ക് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഞാൻ മറ്റൊരാൾക്ക് ഞാൻ അത് ഓഹരി ചെയ്ത് കൊടുക്കൂല. ശരിക്കും ഉറപ്പായിട്ട് കൊടുക്കൂല പടച്ചവനെ, ഉറപ്പായിട്ട് ഞാൻ കൊടുക്കൂല പടച്ചവനെ. മുസ്ലിമീൻ, ഞാൻ 24 ക്യാരറ്റ് മുസ്ലിമാണ്. പടച്ചവന്റെ മുന്നേ നമ്മള് ഇവിടെ ഇരുന്നിട്ട് ഈ പള്ളിയിൽ ഇരുന്നിട്ടാണ് നമ്മള് കൈകെട്ടിയിട്ട് വജ്ജഹത്ത് ഓതുന്നതിന്റെ അർത്ഥം അതല്ലേ. ഏറ്റവും വലിയൊരു മുദ്രാവാക്യമാണ് ഇത് കേട്ടോ. അതിൽ മുറുകെ പിടിച്ചാൽ ആ അവസ്ഥ തന്നെ മരിക്കാൻ തോഫിക്കട്ടെ. അപ്പൊ ഹജ്ജിന്റെ സംസ്കാരത്തിന്റെ പരമപ്രധാനമായ ഒരു വിഷയം തൽബിയത്താണ്. രണ്ടാമത് തവാഫ്. തവാഫ് ചെയ്യൽ സംവിധാനം അത് പരിശുദ്ധമായ കഅബയല്ലാതെ ലോകത്ത് ഒരു സ്ഥലത്തും തവാഫ് ചെയ്യാൻ അല്ലാഹുവോ അവന്റെ റസൂൽ അനുവദിച്ചിട്ടില്ല. നമ്മുടെ കൗമ പള്ളിക്ക് ചുറ്റും തവാഫ് ചെയ്യും, മഖ്ബറയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യും, ഖബറിന് ചുറ്റും തവാഫ് ചെയ്യും. ആര് പഠിപ്പിച്ച്, എവിടെ പഠിപ്പിച്ച്, ഏത് ആലിം, ഏത് സുന്നത്ത് ജമാഅത്ത്, ഏത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്? തവാഫ് ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ വീടിനെയാണ് തവാഫ് ചെയ്യേണ്ടത്. ആ തവാഫ് അല്ലാത്ത ഒരു തവാഫ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ആ തവാഫും അന്നത്തെ കാലഘട്ടത്തിൽ അറബികൾ 2 ഗോത്രക്കാരുണ്ടായിരുന്നു, മേലാളന്മാര്, കീഴാളന്മാര്. ഹുമുസ്, ഹില്ലത്ത് എന്നൊക്കെയാണ് അവർ പറയുക. ഹുമുസ്, ഹില്ല 2 കൂട്ടരുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഒന്ന് മേലാളന്മാരുണ്ടായിരുന്നു, ഹുമുസ് ഖുറൈശികൾ, ഭയങ്കര കൂടിയ ആളുകളാണ്. അവര് തവാഫ് ചെയ്തിരുന്നത് അല്ലാഹുവിന്റെ വീട് അവർ തവാഫ് ചെയ്തിരുന്നത് ബിസിയാബി, വസ്ത്രങ്ങളോടുകൂടി തന്നെയായിരുന്നു. അവര് നഗ്നബാധിതരായിട്ട് അവർ തവാഫ് ചെയ്യുമായിരുന്നില്ല. ചെരുപ്പ്, വസ്ത്രം ധരിച്ചുകൊണ്ടായിരുന്നു അവർ തവാഫ് ചെയ്തുകൊണ്ടേയിരുന്നത്. അള്ളാഹുവിന്റെ മണ്ണാണ്, പടച്ചവന്റെ വീടാണ്, അതിനെ നമ്മൾ നഗ്നപാദം കൊണ്ട് ചവിട്ടാൻ പാടില്ല എന്ന് വിശ്വസിച്ചിരുന്നവരായിരുന്നു ആ മേലാളന്മാരായ അറബികൾ. അതുകൊണ്ട് അവർ ആ ഒരു അവസ്ഥയിലായിരുന്നു അവരവിടെ തവാഫ് ചെയ്തുകൊണ്ടേയിരുന്നത്. ചെരുപ്പിട്ട് വസ്ത്രം ധരിച്ച് ഒരു ബഹുമാനത്തോടു കൂടിയാണ്. എന്നാൽ കീഴാളന്മാരായവർ ആ കീഴാളന്മാരായ വിവരമില്ലാത്ത സാധുക്കൾ എന്ന് പറഞ്ഞാൽ അശരണർ, ആലംബഹീനർ, താഴ്ന്ന ജാതിക്കാരെ, ഇവരന്ന് തവാഫ് ചെയ്തിരുന്നത് നഗ്നരായിട്ടായിരുന്നു. ഒരു വസ്ത്രം ഉണ്ടാവില്ല, അങ്ങനെയായിരുന്നു അവരന്ന് തവാഫ് ചെയ്തിരുന്നത്. അതിൽപ്പെട്ട ഒരു വിഭാഗം.
അപ്പൊ അവരോട് ചോദിച്ചു, നിങ്ങളെന്താ ഇങ്ങനെ തവാഫ് ചെയ്യുന്നത്? നഗ്നരായിട്ട് ഒരു നൂല് കൊണ്ട് പോലും നാണം മറക്കാതെ പൂർണ്ണമായിട്ടാണ് അള്ളാഹുവിന്റെ ഈ വീടിനെ തവാഫ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ തവാഫ് ചെയ്യുന്നു വിവസ്ത്രനായിട്ട്. കാരണം നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം, ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ടാണ് തെറ്റ് ചെയ്യുന്നത്. അപ്പോ ആ തെറ്റ് ചെയ്ത വസ്ത്രത്തോടുകൂടി അള്ളാഹുവിനെ വന്നു കാണാനും കണ്ടുമുട്ടാനും അവന്റെ പരിശുദ്ധമായ കഅബയെ വലയം ചെയ്യാനും ഞങ്ങളെ കൊണ്ട് അനുവദിക്കുകയില്ല. നമുക്കത് പറ്റൂല. അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിന്റെ വീടിന്റെ മുന്നിലേക്ക് വരുമ്പോ ഞങ്ങൾ ചെയ്ത തെറ്റുകൾ മാപ്പാക്കപ്പെടാൻ ഞങ്ങളുടെ ശരീരത്തിൽ കിടന്ന വസ്ത്രം അഴിച്ചു മാറ്റി. അതായിരുന്നു ഒരു വിഭാഗം ആളുകൾ പറഞ്ഞിരുന്നത്. തെറ്റ് ചെയ്ത വസ്ത്രം ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ തവാഫ് ചെയ്യുന്നതിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാണ് അവർ കരുതിയിരുന്നത്. മറ്റു ചില ആളുകൾ തവാഫ് ചെയ്തു, നമ്മുടെ ഉമ്മമാര് നമ്മളെ പ്രസവിച്ചതുപോലെ നമ്മൾ തവാഫ് ചെയ്യണം, അതാണ് നിയമം എന്ന് ഒരു വിഭാഗം ആളുകൾ തീരുമാനിച്ചിരുന്നു. ഉമ്മ നമ്മളെ ജനിപ്പിച്ചത് എങ്ങനെയാണ്? ഒരു വസ്ത്രമില്ലാതെയായിരുന്നു. ഒരു നൂല് കൊണ്ട് പോലും വസ്ത്രമില്ലാത്ത അവസ്ഥയിലാണ് ഈ ദുനിയാവിലേക്ക് നമ്മൾ പിറന്നു വീണത്. അതുകൊണ്ട് നമ്മളും ആ കോലത്തിൽ തന്നെ തവാഫ് ചെയ്യണം. അങ്ങനെ കരുതി ചില ആളുകൾ വിവസ്ത്രരായി തവാഫ് ചെയ്തു. മൂന്നാമത് ചില ആളുകൾ വസ്ത്രം ധരിച്ചുകൊണ്ട് തവാഫ് ചെയ്തിട്ട് വസ്ത്രം അഴിച്ചു മാറ്റും. എന്തിനാണ്? പുതിയ വസ്ത്രങ്ങൾ, പഴയ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോലെ നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയാൽ നമ്മുടെ പാപങ്ങളെല്ലാം മാപ്പാക്കപ്പെടും, പൊരുത്തപ്പെടും. അതുകൊണ്ട് ആ വസ്ത്രങ്ങൾ പഴയതുപോലെ പാപങ്ങളും പഴയതായി ദ്രവിച്ചു പോകും. അതുകൊണ്ട് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുമായിരുന്നു. ഇങ്ങനെ 3 വിഭാഗം ആളുകളായിരുന്നു തവാഫ് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ. സ്ത്രീകൾ, പുരുഷന്മാർ പകൽ സമയത്ത് തവാഫ് ചെയ്യും, സ്ത്രീകൾ രാത്രി തവാഫ് ചെയ്യും. അങ്ങനെയായിരുന്നു. പുരുഷന്മാർ പകൽ തവാഫ് ചെയ്യും, സ്ത്രീകൾ രാത്രി തവാഫ് ചെയ്യും. അഥവാ വിവസ്ത്രരാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ സ്ത്രീകളും വിവസ്ത്രരായിരുന്നു. അവർ ഒരുപക്ഷെ അവരുടെ ഈ രഹസ്യ ഭാഗങ്ങളിൽ ചെറിയ തുണി കൊണ്ട് മാത്രം മറയ്ക്കുമായിരുന്നു. മുൻപും പിൻപും, മുൻദ്വാരവും പിൻദ്വാരവും ചെറിയ ഒരു തുണിക്കഷ്ണം, ചെറിയൊരു തുണിക്കഷ്ണം കൊണ്ട് മറയ്ക്കും. ഇനി ആ തുണിക്കഷ്ണം കിട്ടിയില്ലെങ്കിൽ കൈകൊണ്ട് മറയ്ക്കുമായിരുന്നു ഈ സ്ത്രീകൾ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് പരിശുദ്ധമായ ഖുർആൻ അവതരിക്കുന്നത്. അൽ ഹജ്ജു അശ്ഹുറുൻ മഅലൂമാത് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫഥ് വലാ ഫുസൂഖ് വലാ ജിദാല ഫിൽ ഹജ്ജ്. ആ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസ്കാരം എന്തെന്ന് ഹജ്ജിലൂടെ പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ ഈ ജാഹിലിയ്യ കാലഘട്ടത്തിൽ വിവരമില്ലാത്തവർ, ഇന്നും നമുക്കറിയാലോ, ചരിത്രം പരിശോധിച്ചു നോക്ക്, വിവസ്ത്രരായവരെ പോയി ആലിംഗനം ചെയ്യുകയും ലിംഗപൂജ നടത്തുകയും അവരുടെ മുന്നിൽ പോയി സുജൂദിൽ വീഴുകയും എന്തൊക്കെ ചെയ്യുന്ന ഒരു സംസ്കാര ശൂന്യത നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കാണാമെങ്കിൽ ഇത് ആ കാലഘട്ടത്തിൽ തുടക്കം കുറിച്ചതാണ്. ചിന്തിച്ചു നോക്കി. ഒരാളുടെ ഔറത്ത്, ഒരാളുടെ രഹസ്യമായി സൂക്ഷിച്ചു വെക്കേണ്ട ഔറത്തിന്റെ ഭാഗം, അത് ആരാധനക്കുള്ളതല്ല. അത് അവന്റെ ശൗചത്തിന് വേണ്ടി അല്ലാഹു തആല ചെയ്തു വെച്ചിരിക്കുകയാണ്. ശാരീരികമായ അവന്റെ സുഖത്തിന് വേണ്ടി അല്ലാഹു തആല ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അത് ആരാധിക്കാനുള്ള സാധനങ്ങളല്ല. അപ്പൊ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ വിവസ്ത്രരായി ആരാധിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് ഖുർആന്റെ ആയത്ത് ഓതി കൊടുത്തു. വൈദാ ഫഅലു ഫാഹിഷതൻ ഖാലു വജദ്നാ ആബാഅനാ എന്നവർ പറയുമായിരുന്നു. ഇത് ഞങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, തെമ്മാടിത്തരമാണ്, ഇത് അധാർമിക പ്രവർത്തനമാണെന്ന് പറഞ്ഞപ്പോ ഇല്ല, ഖാലു ഇന്നല്ലാഹ അമറനാ ബിഹാ, അല്ലാഹു ഞങ്ങളോട് ഇങ്ങനെയാണ് കൽപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ മുൻഗാമികളായ പൂർവികരായ മാതാപിതാക്കൾക്ക് ഇങ്ങനെ തന്നെയാണ് തവാഫ് ചെയ്തിരുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ ഇന്നല്ലാഹ ലാ യഅ്മുറു ബിൽ ഫഹ്ശാ, ഒരിക്കലും അല്ലാഹു തആല അധർമ്മത്തെയും സംസ്കാര ശൂന്യതയും ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചു
കൊടുക്കുകയില്ല, അള്ളാഹു നല്ലതേ പഠിപ്പിച്ചു കൊടുക്കുകയുള്ളൂ എന്ന് ആയത്തിറക്കി നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സംസ്കാര ശൂന്യതയിൽ നിന്ന് സംസ്കാരത്തിലേക്ക് നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ വരവോടുകൂടി സമുദായത്തെ എത്തിച്ചു. അലുവജദ്നാ ബഅന ഇന്നല്ലാഹ അമറനാ ബിഹാ അത്തഖൂലൂന അലല്ലാഹി മാ ലാ തഫ്അലൂൻ. എന്താ നിങ്ങൾ അല്ലാഹുവിന്റെ മേൽ ആവശ്യമില്ലാത്തൊക്കെ വിളിച്ചു പറയുന്നത്? ഒരിക്കലും സംസ്കാര ശൂന്യതയ്ക്ക് അല്ലാഹു തആല ആരോട് കൽപ്പിക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹു തആല ആയത്തിറക്കി, യാ ബനി ആദം, ഏ ജനങ്ങളെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുന്ന വേളയിൽ നല്ല വസ്ത്രം ധരിച്ച് സന്തോഷത്തോടുകൂടി വൃത്തിയോടുകൂടി ശുദ്ധിയോടുകൂടി ശുഭവസ്ത്രധാരിയായി അല്ലാഹുവിലേക്ക് നിങ്ങൾ ഇബാദത്തുകൾ ചെയ്യുവാനടുക്കുവിൻ. ഇതായിരുന്നു പടച്ചതമ്പുരായിറക്കിയത്. അല്ലാതെ വിവസ്ത്രനായി തവാഫ് ചെയ്യാനൊന്നുമല്ല. അതൊന്നും ഇസ്ലാം അനുവദിക്കുന്ന കാര്യവുമല്ല. ഒരാളുടെ ഔറത്ത് മറ്റൊരാൾ കാണാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തോടെ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത്, അവന്റെ കഅബയാണിത്. ആ പരിശുദ്ധമായ കഅബയുടെ ഭൂമുഖത്ത് നിങ്ങൾ വസ്ത്രം നല്ല ശുദ്ധിയും വെടിപ്പോടുകൂടി വേണം വസ്ത്രം ധരിച്ച് നിങ്ങൾ ഇബാദത്ത് എടുക്കാൻ. വിവസ്ത്രരായിക്കൊണ്ട് നിങ്ങൾ തവാഫ് ചെയ്യാൻ പാടില്ല. ഖുർആന്റെ ആയത്തിറങ്ങി, യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. നിസ്കരിക്കാൻ നേരത്ത് പള്ളി വരുമ്പോൾ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് വരും. ഇതാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. ഇൽബസു സിയാബൽ ബീൽ ഫഇന്നഹ അത്യബു വഅത്ഹറു വകഫിനു ഫിഹാ മൗതാകു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു, വെള്ള വസ്ത്രം ധരിച്ചു വാ, വെള്ള വസ്ത്രം ധരിക്ക്. അല്ലാഹുവിന് ഇഷ്ടം, റസൂലുള്ളാഹിക്ക് ഇഷ്ടം, ഏറ്റവും കൂടുതൽ ശുദ്ധിയും വൃത്തിയും ഉള്ളത് അതിലാണ്. വഖഫിനു ഫിഹാ മൗതാകു, നിങ്ങളുടെ മയ്യത്ത് അതിൽ നിങ്ങൾ പൊതിയണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വരുമ്പോ അള്ളാഹുവിന്റെ അടുക്കലാണ് നമ്മൾ വെള്ളിയാഴ്ച മാത്രം കുളിച്ചു ഒരുങ്ങി അത്രക്ക് പൂശി നല്ല ഉടയാത്ത ഡ്രസ് ഇട്ട് വന്നാൽ പോരാ. അല്ലാത്ത ഒത്തുകളിലും പള്ളിയിലേക്ക് വരുമ്പോ നമ്മൾ വൃത്തിയുള്ളത് കൊണ്ട് ആ ധരിച്ചു വരല് തന്നെയാണ് ഉത്തമം, അത്യുത്തമം. അത് തന്നെയാണ്. അല്ല, ഇപ്പൊ കടയിൽ പോയി നിൽക്കുന്ന ഒരാളിപ്പോ ആ സമയത്ത് ഡ്രസ്സ് മാറി കാണാൻ പറ്റും, അതൊന്നും നമ്മൾ പറയുന്നില്ല. കടയിലെല്ലാം വീട്ടിലാണ് സ്വാഭാവികമായി ജോലി ചെയ്തുകൊണ്ട് വീട്ടിൽ നിൽക്കുമ്പോ അവർക്ക് പെട്ടെന്ന് ഡ്രസ്സ് മാറി നല്ല ഡ്രസ് ഇട്ട് പള്ളിയിൽ വരാൻ കഴിയും. പക്ഷെ അത് ഒഴിവാക്കിയിട്ട് ആ ഒരു അലസതയുടെ പേരിൽ അതേ ഡ്രസ്സിൽ മുഷിഞ്ഞ വേഷത്തിൽ തന്നെ പള്ളിയിലേക്ക് വന്ന് നമസ്കരിക്കുന്നവരുണ്ടാകും. അത് ഒഴിവാക്കണം. പള്ളിയിൽ എപ്പോ വന്നാലും വൃത്തിയോടുകൂടി വരണം. കാരണം അള്ളാന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. കൂതറ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന് പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല, അള്ളാന്റെ മുന്നിൽ വരാൻ പാടില്ല. രാത്രി ഉടുത്തോണ്ട് കിടക്കുന്ന കൈലി എടുത്തിട്ട് സുബഹിസ്കരിക്കാൻ പള്ളിയിൽ വരരുത്. 2-3 പ്രാവശ്യം ബാത്റൂമിൽ പോയവരായിരിക്കാം. ഒരുപക്ഷെ മൂത്രം 1-2-3 തുള്ളിയൊക്കെ അവന്റെ കയ്യിൽ ഉണ്ടായിരിക്കും. അതെല്ലാം കൊണ്ട് നമ്മൾ പള്ളിയിലേക്ക് കയറി കണ്ട അവസ്ഥ. അള്ളാഹുവിന്റെ അടുക്കൽ പോകുമ്പോൾ വൃത്തിയും ശുദ്ധിയും ഇല്ലാത്തത്. ഹജ്ജിന്റെ സംസ്കാരത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് വൃത്തി ശുദ്ധിയുള്ളതാണ്. എന്നാൽ ഹജ്ജിന് ഉംറയ്ക്ക് പോകുന്ന ഒരു ചങ്ങാതിക്ക് ഒരാൾ കൊണ്ടുപോയിട്ട്, എന്നാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉംറയ്ക്ക് പോയ തുണിയാ, പുതിയ തുണിയാ, എന്നാ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി വെച്ചിട്ടുള്ള അത് വേണ്ട, പുതിയത് തന്നെ വേണം. അച്ഛനും വലിയ പുതിയത് തന്നെ വേണം. എന്താ ഇതിന്റെ എന്താ ചെയ്യാവൂലേ? ഒരാൾ ചങ്ങാതി തന്നാണ് ഇത് കൊണ്ടുപോയിക്കോ. ഹജ്ജിന് പോകുമ്പോൾ പുതിയത് തന്നെ വേണം. എന്നാ പിന്നെ തോറസ്കരിക്കാൻ വരുമ്പോ നീ കൂളർ കയ്യിൽ കൊടുത്തിട്ട് നല്ല വെള്ളം കൊണ്ടുവന്നോ അതെന്താ അവിടെ മാത്രം എന്താ? ആ അല്ല വേറെ, ഈ അല്ല വേറെയാ, ആ അല്ല വേറെ, ഈ അല്ല വേറെ, വ്യത്യാസം ഉണ്ടാവും. നിസ്കരിക്കാൻ വരുമ്പോ ഇബാദത്ത് വരുമ്പോ എന്നാ എന്റെ റബ്ബിന്റെ മുന്നിലേക്ക് ഞാൻ പോകാനുള്ള നല്ല വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അത്രയൊക്കെ പൂശി നല്ല മണത്തോടെ കൂടി ഇങ്ങനെ പോകാം. മലക്കളൊക്കെ അടുത്തിരിക്കല്ലോ, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. എന്റെ മണം കണ്ടിട്ട് മലക്കൾ ആസ്വദിക്കട്ടെ എന്നുള്ള നല്ല നിയത്തോടെ വാ. ഇവിടെ ആര് വരുന്നത്? ആരത്ര പൂശുന്നത്? ആരത്ര വരട്ടുന്നത്? ചിന്തിച്ചോടി. ആയത്താണ്, അള്ളാന്റെ കലാമാണ്. ഈ സംസ്കാര ശൂന്യതയിൽ നിന്ന് സംസ്കാര സമ്പന്നരാക്കി മാറ്റാനാണ് ഹജ്ജ് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. അതിനാണ് നല്ല വെള്ള വസ്ത്രം, 2 വസ്ത്രങ്ങൾ ധരിച്ചോണ്ട് പോ. താഴെയും മുകളിലോട്ട് 2 വസ്ത്രം. അതെന്തിനാണ്? അതിന് മരിക്കുമ്പോ തന്നെ പൊതിയുന്ന ഇതേപോലെ തന്നെയാണ്. അടിയിലൊന്നുമില്ല, ഒന്നുമില്ല. ഒരത്രം പൂശണ്ട, ഒന്നും പൂശണ്ട. കയ്യിൽ കിടക്കുന്ന എല്ലാം എടുത്ത് മാറ്റിയിട്ട് നീ 2 വസ്ത്രം ധരിച്ചിട്ട് നീ അള്ളാഹുവിന്റെ വീട് നീ തവാഫ് ചെയ്യും. തവാഫ് ചെയ്യും. അടച്ചത് നിന്നെ ഒന്ന് സ്കാൻ ചെയ്യാൻ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് ഈ ആടിന്റെയും പെണ്ണുങ്ങളുടെ ഇടയ്ക്കൂടെ ഇട്ട്, സുന്ദരികളുടെയും സുന്ദരന്മാരുടെയും ഇടയ്ക്കൂടെ ഇട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്നെ സ്കാൻ ചെയ്യുകയാണ്. ഇത് നിനക്ക് ആഖിറത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മയാണ്, സ്മരണയാണ്. അതിനു വേണ്ടിയാണ് പടച്ചതമ്പുരാൻ നിനക്ക് ഈ ഒരു സംവിധാനം അല്ലാഹു ഒരുക്കി തന്നത്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു, വഖർന ഫീ ബുയൂതികുൻ വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. പെണ്ണുങ്ങളെ, നിങ്ങൾ ഈ ജാഹിലികൾ നടക്കുന്ന പോലെ ഒന്നും അല്ല നിങ്ങൾ നടക്കേണ്ടത്. ആ സംസ്കാരമൊക്കെ ഒഴിവാക്കിയിട്ട്, സംസ്കാരമുള്ളവരാണ് നിങ്ങൾ, ബോധമുള്ളവരാണ്.
ഉത്തമ വനിതകളാണ് എന്ന പരിശുദ്ധമായ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമുദായത്തെ സംസ്കരിച്ചെടുത്ത്